സബ്സ്ക്രിപ്ഷന് കേറിയിട്ട് ചെറ്റകള് അത് ആസ്വദിച്ചിട്ട് പുറത്തു വിടുന്നത്. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും ഒന്നുമല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? സൺസ്ക്രീൻ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. സൂര്യാഘാതം വരില്ല? മിക്കവാറും വരും സൂര്യാഘാതം. ഇങ്ങോട്ട് ഫേവർ ആയിട്ട് എന്റെ പൊന്നെ, സൺസ്ക്രീൻ ഉള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കുന്നു. ഇല്ല എങ്കിൽ ഉണ്ടല്ലോ എന്റെ ജീവിതം തന്നെ പോകും. കാരണം അത്രയ്ക്ക് ഗ്ലാമർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രവുമല്ല, എന്റെ സൗന്ദര്യം നിലനിർത്തണമെങ്കിൽ സൺസ്ക്രീൻ വേണമെന്നേ. ഇല്ല, പറ്റത്തില്ല. പണ്ട് തൊട്ട് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് സൺസ്ക്രീൻ ഒക്കെ പുരട്ടിക്കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ ഞങ്ങൾ കോട്ടയത്തെ അച്ചായത്തിമാരാണല്ലോ, അതുകൊണ്ട് തന്നെ എപ്പോഴും സൺസ്ക്രീൻ ഇല്ല എങ്കിൽ എന്റെ ജീവിതം എങ്ങനെയാണ്? പിന്നെ ഞാൻ തമനയ്ക്ക് തുല്യമാണ്, തമനേക്കാൾ വലിയ നടിയാണ്. അപ്പൊ പിന്നെ എനിക്ക് സൺസ്ക്രീൻ വേണ്ടേ? അതാണ്. എന്ത് പറയാനാണ്. എന്റെ പൊന്നു പ്രേക്ഷകരെ, എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് രേണുസുധിയുടെ അക്കൗണ്ട് പൂട്ടിപ്പോയി, എല്ലാവർക്കും സമാധാനമായി എന്ന് ചിന്തിച്ചിരിക്കുകയാണ് എല്ലാവരും. കാരണം ഫേസ്ബുക്കിൽ കൂടി ഇനി രേണുസുധിയുടെ ഈ അവിഞ്ഞ വീഡിയോ കാണണ്ട എന്നുള്ള ചിന്തയിലായിരിക്കും എല്ലാവരും ആഗ്രഹിച്ചതാണ് ഇവിടെ അക്കൗണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് ഫേസ്ബുക്ക് തുറന്നു നോക്കണം, ഇവളെ കൊണ്ട് ഞങ്ങൾക്ക് അതിന് പറ്റുന്നില്ലെന്നാണ് എല്ലാവരുടെയും കമന്റ്. അതിന് ഒരു സന്തോഷ വാർത്ത എന്ന രീതിയിലാണ് ഇവിടെ ഫേസ്ബുക്ക് പേജ് എന്താ പറയാ ഹാക്ക് ചെയ്യപ്പെട്ടു, ഇവിടെ ഫേസ്ബുക്ക് പേജ് ഇപ്പൊ കാണാനില്ല എന്ന രീതിയിലൊക്കെ ഒരു വാർത്ത പറന്ന് നടക്കുകയാണ്. എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും പിന്നെ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഈ രേണു ചേച്ചി പറഞ്ഞുണ്ടാക്കുന്നതും പിന്നെ രേണു ചേച്ചിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, ചേച്ചിയുടെ തെറി കേൾക്കണം മക്കളെ. എന്നാ തെറി! സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവുമായി ബന്ധപ്പെട്ടുള്ളവരുടെ സംസ്കാരമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, എന്തായാലും ഈ പറയുന്ന രേണുസുധിയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം സംസാരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. ഈ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ അക്കൗണ്ട് നിങ്ങൾക്കൊന്ന് പൂട്ടിക്കാൻ പറ്റൂടാ എന്ന് പറഞ്ഞൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. എന്റെ പൂട്ടിക്കാൻ നടക്കുന്നില്ല. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനിസത്തെ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ എടാ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും ഓക്കെ, ഇതാണ് രേണു പറഞ്ഞത്. ചുണയുണ്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് പൂട്ടിക്കാണിക്കട എന്നാണ് വെല്ലുവിളിച്ചത്. ആരെ? അതുലിനെയും ഡാനിയൊക്കെ വെല്ലുവിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പൂട്ടിച്ചു എന്നല്ല കേട്ടോ. ഇപ്പോൾ ഇവരുടെ അക്കൗണ്ട് നിങ്ങൾ ഈ കാണുന്ന എന്താ പറയാ അനുശ്രീ എന്ന് പറയുന്ന ഒരു പേരിലാണ് ഇപ്പോൾ ഈ അക്കൗണ്ട് കാണപ്പെടുന്നത്. നേരത്തെ രേണുസുധി ഒഫീഷ്യൽ എന്ന് പറഞ്ഞു കിടന്ന ആ ഒരു അക്കൗണ്ട് ഇപ്പൊ കാണാനില്ല. അതിന് പകരം ഇപ്പോൾ അനുശ്രീ പി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ആയിട്ടാണ് ഇപ്പൊ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യം ഈ അനുശ്രീ പി എന്ന് പറഞ്ഞ പേരിലേക്ക് ഈ അക്കൗണ്ട് പേര് മാറ്റിയ സമയത്ത് 249 പോസ്റ്റ് ആയിരുന്നു ഇതിൽ കണ്ടിരുന്നത്. അതിന്റെ തൊട്ട് താഴെ രേണുസുധി ഒഫീഷ്യൽ എന്ന് പറഞ്ഞ തന്നെ കിടപ്പുണ്ട്, ഫോളോവേഴ്സ് എല്ലാം സെയിം ആയിട്ട് കിടപ്പുണ്ട്. അതിന്റെ തൊട്ട് താഴെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ അക്കൗണ്ട് പിന്നെ പ്രൊഫൈൽ പിക്ചറും അതോടൊപ്പം തന്നെ അതിന്റെ ബാനറും ഒക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് 251 പോസ്റ്റ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം രേണുസുധിയുടെ അക്കൗണ്ട് ആരും ഹാക്ക് ചെയ്തു എന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ രേണുസുധി എന്ത് ചെയ്യുന്നതിനെ ഇതിനോടകം തന്നെ ഫേസ്ബുക്കിൽ വന്നിട്ട് അയ്യോ എന്റെ ചാനൽ ഹാക്ക് ചെയ്തേ, അയ്യോ എന്റെ ചാനൽ അടിച്ചുപോയേ എന്ന് പറഞ്ഞേനെ. എന്നാൽ അത് രേണുസുധി പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം രേണുസുധി അനുശ്രീ പി എന്ന് പറഞ്ഞുകൊണ്ട് അത് ബ്ലൂടിക്ക് കിട്ടിയ ആ ഒരു ചാനലിന്റെ പേര് മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് ഇനിയും ആ പുള്ളിക്കാരിയുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ അതോടൊപ്പം തന്നെ തോന്നിവാസ വീഡിയോ ഒക്കെ ഇടാനുള്ള പ്ലാൻ ആണെന്നാണ് തോന്നുന്നത്. ഇല്ല എങ്കിൽ ഇത് നല്ല കാശിന് വിറ്റിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങളുടെ ചിന്തയിലേക്ക് വെക്കുകയാണ്. എന്തായാലും ഇതിന്റെ അകത്ത് അവിടെ ആൽസ്കൂള വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ അത് അവള് തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ അതിന് അവള് മുതിരത്തില്ല. പക്ഷെ ഇത് വിൽക്കാനാണ് സാധ്യത. ഒരിക്കലും ഇത് ഹാക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഇത് അടിച്ചു പോയതോ ഒന്നുമല്ല. പിന്നെ ഇവള് പുതിയ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരെണ്ണം സെയിൽ ചെയ്യുന്നു, ഒരെണ്ണം തുടങ്ങുന്നു. ഇതാണ് ഈ രേണു ചേച്ചി കാണിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല എങ്കിൽ ഇവള് വന്ന് ഇതിനോടകം തന്നെ പ്രതികരിച്ചേനെ. കാരണം എന്റെ ചാനലിൽ പോയേ, ഈ അതില് കാരണം എന്റെ ചാനലിൽ പോയേ, അല്ലെ യൂട്യൂബർ കാരണം എന്റെ ചാനലിൽ പോയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് വന്ന് കിടന്ന് കരഞ്ഞേനെ. ഓക്കെ, ഇനിയും നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കി, ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. അവിടെ ഇരിക്കുകയാണ്.
അത് പാറപ്പുറത്തിരിക്കുന്നു, നായകൻ ദാ നോക്കിക്കൊണ്ട് നിൽക്കുന്നു, അതിന്റെ അടിയിൽ കൂടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ആ തുണി എങ്ങാനും മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? അതിനുപോലും അവള് പറയുന്നില്ല ക്യാമറക്കാരോട് അങ്ങനെ ഷൂട്ട് ചെയ്യരുതേ എന്ന് അവൾ പറയുന്നില്ല. ആ ഒരു ആംഗിളിൽ കിട്ടണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ അവൾ അങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ്. അത് ഈ പറയുന്ന മീഡിയക്കാരത് ഒന്നും വിടാതെ ഒപ്പിയെടുത്ത് കാണിക്കുന്നുമുണ്ട്. എന്താണ് കുറച്ചുകൂടെയൊക്കെ മാന്യമായിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടൂടെ? ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഇതിനെന്താ മാന്യതക്കുറവ്, അവർ ആ വീഡിയോ എടുത്തത് കൊണ്ടല്ലേ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകാം. എന്നാൽ ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവള് എന്താണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. നിങ്ങൾക്കൊന്ന് ഇതൊന്ന് കണ്ടു നോക്കിയേ. ഇതാ ഇതിൻ്റെ അകത്ത് അവൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സ് കണ്ടോ? ഈ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് ഇതിലേക്കൂടാണെന്ന് നിങ്ങൾ കണ്ടോ? ഇത് കറക്റ്റായിട്ട് ഇവിടെ മാല വ്യക്തമായിട്ട് ജനങ്ങൾ കാണാൻ വേണ്ടിയാണ് ഇവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് അത് ഒന്നും മറച്ചു പിടിക്കാം, ഇല്ല എങ്കിൽ അതിന്റെ പുറത്തോട്ടൊരു ഷാളിടാം. ഷൂട്ടിംഗ് സമയത്ത് വേണമെങ്കിൽ അവർക്ക് ഇത് തുറന്നു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് കാണിക്കാം. ഇതിപ്പോ ഒരു അല്ലാത്ത സമയത്ത് പോലും ഇത് കാണട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഈ രേഷ്മ പി തങ്കച്ചന്റെ ചാനൽ അടിച്ചു പോയിട്ടുണ്ടെങ്കിലോ അല്ല എങ്കിൽ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ഈ പുള്ളിക്കാരി വന്ന് പ്രതികരിക്കുമായിരുന്നു. പക്ഷെ പുള്ളിക്കാരി വന്ന് പ്രതികരിക്കുന്നില്ല എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോ സോഷ്യൽ മീഡിയ നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവരുടെ മുൻ ഒരു ഫിലിം എടുത്തില്ലായിരുന്നു, ഏതോ മഞ്ചാരച്ചോലയോ വന്ന ആ ഒരു സാധനം, ഒരു ഷോർട്ട് ഫിലിം, അതിന്റെ ഡയറക്ടറുമായിട്ട് ഇവർ പിരിഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത ഇപ്പം സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. അപ്പം അതിന് മറുപടിയായിട്ട് പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടും കൂടെ എന്താ പറയുക ഓട്ടോയിൽ പോകുന്ന ആ ഒരു രംഗം ചിത്രീകരിച്ച് ഇപ്പോൾ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിന് മറുപടി ഉണ്ട്. എന്നാൽ സ്വർണ്ണക്കടത്തിന് മറുപടി ഉണ്ട്. അത് ആരും വിശ്വസിക്കത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു വിശ്വസ്തതയുടെ വിഷയമുള്ളത് കൊണ്ട് തന്നെ അത് പുള്ളിക്കാരിക്ക് മറുപടി ഉണ്ട്. എന്നാൽ കഞ്ചാവിനെ കുറിച്ച് പറഞ്ഞതോ അവിടെ നടന്ന മറ്റേ വേറെ കുറെ കാര്യങ്ങളെ കുറിച്ച് വോയിസിൽ ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് ഒന്നും പുള്ളിക്കാരി പ്രതികരിക്കുന്നില്ല. അതെന്താണ്? ഇതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു. എന്നാൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല രേണു ശ്രുതി? ഓക്കെ, ഇനിയുമാണ് നിങ്ങൾ വേറൊരു വീഡിയോ കാണേണ്ടത്. പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യമാണ് മക്കളെ. ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിയുടെ കൂടെ മുമ്പ് അഭിനയിച്ച നായകന്മാരൊന്നും ഇപ്പം അഭിനയിക്കാൻ വരുന്നില്ലെന്ന്. കാരണം അവർക്കൊക്കെ വിവാദങ്ങൾ പേടിയാണെന്നും അന്നൊക്കെ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവരുടെ കൂടെ അഭിനയിക്കണമെന്ന്. ഇപ്പൊ എനിക്ക് നിർബന്ധമൊന്നുമില്ല, ഏത് അണ്ടനെ അടകോടനെ കിട്ടിയാലും ഞാൻ അഭിനയിക്കുമെന്നാണ് ചേച്ചി ഇപ്പൊ പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കിയേ. കാരണം ആ ഒരു ഗതിയിലേക്ക് എത്തി. ഇവിടെ കൂടി ഇപ്പൊ അഭിനയിക്കാനോ ഇവിടെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനോ ആൾക്കാരില്ല. അതാണ് ഇപ്പോഴത്തെ സത്യാവസ്ഥ. ഓക്കെ, കേട്ടു നോക്ക്. അവരൊക്കെ പറയുന്ന റീസൺ ഇപ്പം വിവാദമല്ലേ, രേണുസുതി എന്ന് പറഞ്ഞാൽ വിവാദമാണ്. സാറിന് കുഴപ്പമില്ല, നമുക്കതൊന്നും വിഷയമില്ല. നമ്മൾ ആരുടെ കൂടെ വേണം അഭിനയിക്കും, നമുക്ക് ഇന്നവര് മാത്രം മതി എന്നൊന്നുമില്ല. ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു എനിക്ക് ഒരു നായകന്റെ അടുത്ത് എപ്പോഴും ഞാൻ എവിടെ ചെന്ന ഒരു സിനിമയ്ക്കകത്ത് വരെ ഞാൻ പറയുന്നത് അവനെ സജസ്റ്റ് ചെയ്തായിരുന്നു, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ആ സമയത്ത്. ഇപ്പം ഞാൻ അങ്ങനെയല്ല, ആര് ഏത് നായകനാണെങ്കിലും നായകൻ നമ്മൾ അഭിനയിക്കും. നേരത്തെ അങ്ങനെയല്ലായിരുന്നു, അയ്യോ അവനുണ്ടായിരുന്നു നല്ലതായിരുന്നു, നമുക്ക് ഓക്കെ ആയിരുന്നു എന്നൊക്കെ പറയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഏത് അണ്ടനെ കിട്ടിയാലും അടകോടനെ കിട്ടിയാലും ഞാൻ അഭിനയിക്കും. ഇപ്പൊ അതായത് കൂടെ ഒരു നിപ്പുണ്ട്, പുതിയൊരു ആൽബത്തിന്റെ നായകനായിട്ട് വന്നതാണ്. ഇനി ഇവന്റെ അവസ്ഥ എന്താവുമെന്ന് അറിയത്തില്ല. ഇത് ഈ ഒരെണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവനും പറയും അയ്യോ വേണ്ടേ എന്ന് പറഞ്ഞാൽ അവനും അവന്റെ പാട്ടിന് പോകും. വലിയ ആ നായകൻ തന്നെ വേണമായിരുന്നു, ഈ നായകൻ തന്നെ വേണമായിരുന്നു എന്ന് പറഞ്ഞ ആളുടെ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. ആരായാലും ഞാൻ അഭിനയിക്കും, കാരണം മറ്റുള്ളവരൊന്നും ഇപ്പൊ എൻ്റെ കൂടെ വരുന്നില്ല. ആ ഒരു ലെവലിലേക്ക് ഞാൻ മാറിപ്പോയി എന്നാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന്. എന്തായാലും പുള്ളിക്കാരിക്ക് ഇപ്പം ഈ സൂര്യനെ കാണുന്നത് ഇഷ്ടമല്ല. സൂര്യൻ എൻ്റെ മുഖത്തടിച്ചാൽ എൻ്റെ ഗ്ലാമർ പോകുന്നതാണ് പുള്ളിക്കാരി പറയുന്നത്. പിന്നെ സൺസ്ക്രീൻ എപ്പോഴും കൊണ്ട് നടക്കും. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ സൺസ്ക്രീൻ്റെ അകത്ത് കുളിച്ച് എഴുന്നേൽക്കുകയായിരുന്നു. തങ്കച്ചൻ എപ്പോഴും എനിക്ക് പുരട്ടിത്തരുമായിരുന്നു. അതുകൂടെ പുള്ളിക്കാരി പറയുന്നുണ്ട് കേട്ടോണേ. അയ്യോ പോട്ടെ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? സൺസ്ക്രീൻ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. സൂര്യാഘാതം വരില്ല? മിക്കവാറും വരും സൂര്യാഘാതം. ഇങ്ങോട്ട് ഫേവർ ആയിട്ട് ആ പാലത്തിന്റെ മേളിൽ നിന്ന് ഇങ്ങോട്ട് ഫേവർ ആയിട്ട്. ഇത് വാഴല്ലേ? പിന്നെ സൺസ്ക്രീൻ പുരട്ടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമന്നയല്ലേ, അതുകൊണ്ട് എപ്പോഴും പുരട്ടണം. ജനിച്ചപ്പോ തൊട്ട് ഈ തങ്കച്ചൻ ഈ സൺസ്ക്രീൻ കണ്ടുപിടിച്ചത് തന്നെ രേണുവിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജനിച്ച് വീണ വീട്ടിൽ വെച്ച് സൺസ്ക്രീൻ ഇങ്ങനെ പുരട്ടിത്തരുമായിരുന്നു.
സത്യമായിട്ടും അതൊന്നും നിങ്ങൾ ഈ പറയുന്ന വെയിലെന്ന് പറയുന്ന ഒരു സാധനം കണ്ടിട്ടില്ല, വെയിലത്ത് ഇറങ്ങിയിട്ടും ഇല്ലായിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ മുമ്പുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ മുമ്പുള്ള ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളവരാണ്. എന്താ സൺസ്ക്രീൻ ഇല്ലാതെ പറ്റില്ല മക്കളെ, പറ്റില്ല. ആ ലെവലിലേക്ക് റേഞ്ചിലേക്ക് വളർന്നിട്ടുണ്ട്. എന്തായാലും ഈ പുള്ളിക്കാരിയുടെ കൂട്ടുകാരിയുടെ തെറിവിളി നിങ്ങളൊന്ന് കേൾക്കണം. ഷഫീന മേഡത്തിനെ വിളിക്കുന്ന തെറിയാണ്. ഓക്കെ, ഞാൻ ഇവിടെ വെക്കണോ അതോ നിങ്ങൾ അവിടെ പോയി കേൾക്കുന്നോ? ഞാൻ വേണേ ഇച്ചിരി ഒന്ന് വെച്ചേക്കാം. നീ എന്തുവാടി എന്നെ ഉണ്ടാക്കാൻ വരുന്ന എന്തിനടി മയിരെ? എടി റാസ്കലെ തൊട്ടിച്ചടിച്ച് വ്യഭിചാരിച്ച് കൂട്ടിക്കൊടുക്കുവാരി അങ്ങ് അവരാധിച്ച് നടന്ന പന്ന റാസ്കല്. നിനക്ക് നീ അടങ്ങി മതി. ബാക്കി നിങ്ങൾ അവിടെ പോയി കേട്ടോ. പിന്നെ ഈ പുള്ളിക്കാരിയുടെ മാനേജറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പുള്ളിക്കാരിയുമായി ചുറ്റിപ്പെട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ടീമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ത് പറയാനാണ്, ഇതിൽ കൂടുതലൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോകളിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും പുള്ളിക്കാരിയുടെ ചാനൽ ഹാക്ക് ചെയ്തു, അതോടൊപ്പം തന്നെ പിന്നെന്തായിരുന്നു, പുള്ളിക്കാരിയുടെ ചാനൽ അടിച്ചുപോയി എന്നൊക്കെ പറയുന്നവർ ഒന്ന് മനസ്സിലാക്കുക. അത് പേര് മാറ്റിയിട്ട് പുള്ളിക്കാരി അത് വിറ്റതാകാനാണ് സാധ്യത. അല്ല എങ്കിൽ പുള്ളിക്കാരി വന്ന് പറഞ്ഞേനെ, കരഞ്ഞ് മെഴുകിയേനെ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് ശരിയാണെന്ന് തോന്നുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും